ഇപ്പോൾ നാട്ടിലെ കുട്ടികൾക്കൊക്കെ വെക്കേഷന് കഴിഞ്ഞിട്ട് ഓൾറെഡി സ്കൂൾ തുടങ്ങിയല്ലോ. ഇപ്പോൾ ഇവിടെ വെക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണല്ലോ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇളയ മോക്ക് വെക്കേഷൻ തുടങ്ങി, പിന്നെ ബാക്കി രണ്ടുപേർക്കും വെക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് അമ്മമാർക്കൊക്കെ എപ്പോഴും ഉള്ളൊരു തലവേദനയാണ് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് എന്താ കൊടുത്തേക്കാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 3 ലഞ്ച് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് രാവിലെ തന്നെ അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞാലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 3 റെസിപ്പി എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടറ്റോ കട്ട്ലേറ്റ്, ഉരുളക്കിഴങ്ങിൻ്റെ കട്ട്ലേറ്റ്, പിന്നെ ഒരെണ്ണം മാക്രോണി, പിന്നെ മൂന്നാമത് ഉണ്ടാക്കുന്നത് ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ടയുടെ ഒരു ഫില്ലിങ് വെച്ചിട്ട്. സാധാരണ മുട്ട പൊരിച്ചിട്ടല്ല കേട്ടോ വെക്കുന്നത്, വേറെ നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ 3 റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വലിയ സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് മാക്രോണി വേവിച്ചിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മാക്രോണി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മാക്രോണിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. ഈ തീ ഓണാക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഈ മാക്രോണി എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പൊട്ടി പിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 കപ്പ് മാക്രോണി ചേർക്കാം. മൂടി വയ്ക്കുക. അപ്പോൾ മാക്രോണി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയുക. ഇനി നമുക്ക് മാക്രോണി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. അത് കുക്ക് ചെയ്യാൻ എടുക്കണ ഒലിവ് ഓയിലുണ്ട്, അതാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് സവോള ചേർത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാണ്. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്, നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. ഈ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടി ചേർക്കാണ്. ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 2 മീഡിയം തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് നമ്മൾ മാക്രോണി ചേർത്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മൂടി വയ്ക്കുക. തക്കാളി വെന്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കാം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ കുറേ നേരം മൂടി വയ്ക്കരുത്, കാരണം ക്യാപ്സിക്കം അങ്ങനെ വെന്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ മാക്രോണി ചേർക്കാം. അപ്പോൾ മാക്രോണി വേവിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു അട പോലെ ഇരിക്കും. ഇനി 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കുക.
നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 കുട്ടികൾക്ക് കഴിക്കാനുള്ള മാക്രോണി ഉണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ കട്ട്ലേറ്റ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളക് ഞാനിതിലേക്ക് വളരെ കുറച്ച് ചേർക്കണമല്ലോ കേട്ടോ. ഇതെല്ലാം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ഇത് ഫസ്റ്റ് നമുക്ക് ഓയിലൊന്ന് മൊരിയിച്ചിട്ട് വേണം കട്ട്ലേറ്റിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടും ചേർക്കാം, പക്ഷേ എനിക്ക് മൊരിയിച്ചിട്ട് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഇതുകൊണ്ട് മൊരിയിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. ഒന്ന് വഴറ്റിയിട്ട് ചേർക്കാം. അപ്പോൾ സവോളയ്ക്ക് വഴന്നത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഓൾറെഡി കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ മുളക് പൊടി അധികം ചേർക്കണ്ട. മുളക് പൊടിയും ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ആ മിക്സിങ്ങിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടിയിട്ട് ചേർക്കണം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. അപ്പോഴേക്ക് ഇതങ്ങോട്ട് ചൂടാറിയിട്ട് വരും. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ഉരുളക്കിഴങ്ങായിട്ട് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മൊരിച്ച് വെച്ചേക്കണ സവോള ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും ചേർക്കുന്നുണ്ട്. കാരണം ഉരുളക്കിഴങ്ങ് തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓയിലിൽ ഇടുമ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞു പോകും. ഒന്നല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർക്കണം, അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ചേർക്കണം. അതിലേക്ക് ബ്രെഡ് ക്രംസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ചീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ റൗണ്ടിനുള്ള ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയ്ക്ക് മിക്സിങ് വെച്ചിട്ട് ഇതേപോലത്തെ 8 കട്ട്ലേറ്റ് ആട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. കട്ട്ലേറ്റ് ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈദയിൽ മിക്സ് ചെയ്തിട്ടാണ് കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, മുട്ടയിൽ മിക്സ് ചെയ്തിട്ട്, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് മൈദ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം പോലെ വേണം മൈദ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മൈദ കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മൈദ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കണ്ട്. അപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം.
അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഒന്നിലേക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കണ ബ്രെഡ് ക്രംസിൽ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സും ഉണ്ട് കേട്ടോ. അത് അതേപോലെ മിക്സ് ചെയ്ത് തന്നെ ബ്രെഡ് ക്രംസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നമ്മൾ പിസയിൽ ഇടുന്ന ഹെർബ്സ് ഉണ്ടല്ലോ, അതും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആയിരുന്നാലും മതി. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാൻ പോണതിന് മുമ്പ് ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് റെഡി ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ് റെഡി ആക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് വെക്കുക. പക്ഷേ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ റെഡി ആക്കിയിട്ട് വെക്കരുത് കേട്ടോ. കാരണം അപ്പോൾ ഈ ബ്രെഡ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പൊട്ടറ്റോയുടെ ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ ഉള്ളിലുള്ള ആ മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കും. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും കട്ട്ലേറ്റ് പൊടിഞ്ഞു പോവുകയും ചെയ്യും, കണ്ടമാനം ഓയിൽ കുടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓയിലിൽ മുക്കി പൊരിച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇത് നമ്മൾ ഓയിലിൽ മുക്കി പൊരിച്ചാലും അധികം ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. ശരിക്കും ഷാലോ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഓയിൽ കൂടുതൽ കുടിക്കുക. അതേപോലെ മുക്കി പൊരിച്ചിട്ട് എടുക്കുമ്പോൾ എന്ത് സാധനമായിരുന്നാലും അധികം ഓയിൽ കുടിക്കില്ല. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണ്ട കേട്ടോ. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കുക. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് മൊരിച്ചിട്ട് എടുക്കുക. കാരണം ഇതിനകത്ത് ഇനി നമുക്കൊന്നും വേവാനില്ലല്ലോ, എല്ലാം ഓൾറെഡി കുക്കായേക്കുന്നതാണല്ലോ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. തീ എങ്ങാനും കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടമാനം ഓയിൽ കുടിക്കും. അങ്ങനെ ഓയിൽ കുറേ ഈ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് അങ്ങോട്ട് പൊടിഞ്ഞ് ആകെ ഓയിലിൽ ആകെ സ്പ്രെഡ് ആവും. അപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ പെട്ടെന്ന് നമുക്കണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് ഇപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി. ഇനി നമ്മൾ മൂന്നാമത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കണത് മുട്ടയുടെ ഒരു ഫില്ലിങ്ങാണ് വെക്കുന്നത്. നമ്മൾ എഗ് ബുർജി എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇനി അടുത്തത് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മുട്ടയുടെ ഒരു മിക്സിങ്ങാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 2 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇത്രയ്ക്കായിട്ട് എടുത്തേക്കുന്നത്. ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തത്. ഇത് ഈ ഓയിലിലേക്ക് ചേർക്കാം. ഈ സവോളയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് സവോളയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ഇളക്കിയിരുന്ന സമയത്ത് തക്കാളി ഇതേപോലെ ഒന്ന് ഉടച്ചും കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. ഇനി ഞാനിവിടെ മൂടി വയ്ക്കണില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തക്കാളി
ഒന്നും കൂടി ഒന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. കാരണം ഈ മിക്സിങ് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണല്ലോ. മിക്സിങ് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം. ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രെഡൊക്കെ ആയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാല ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. സ്പിനാച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പാലക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, അത് അല്ലെങ്കിൽ ചീര, അത് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചേർക്കാം. ഇതേപോലെ എന്തെങ്കിലും ഒരു ഇല ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഇതിങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഇതും കൂടി ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഇലയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. അപ്പോൾ നിങ്ങളെടുത്തേക്കണ മിക്സിങ് കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അത് ഓയിൽ അങ്ങനെ കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഇതിങ്ങനെ അടിയിലും സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ മുട്ടയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാനിൽ വെച്ചിട്ടാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ബട്ടറിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിൽ ടോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ബട്ടർ ഇങ്ങനെ പാനിലേക്ക് ഇടുന്ന സമയത്ത് തീ ഒരു ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ ബട്ടറിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിൽ ടോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ബട്ടർ ഇങ്ങനെ പാനിലേക്ക് ഇടുന്ന സമയത്ത് തീ ഒരു ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ബ്രെഡ് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ വീറ്റിൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കുക. നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ മുട്ടയുടെ ഫില്ലിങ്ങാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചീസ് ഇടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പാനിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇത് മാക്രോണി, ഇത് നമ്മുടെ പൊട്ടറ്റോ കട്ട്ലേറ്റ്, പിന്നെ ബ്രെഡ് എഗ് സാൻഡ്വിച്ച്. അപ്പോൾ നമ്മുടെ 3 ലഞ്ച് ബോക്സ് റെസിപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇത് 3ഉം റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി നാളെ വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മിയ കിച്ചൻ്റെ ഇനി അടുത്ത പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോയുടെ അടിയിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുമൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെൽ ബട്ടൺ വരും, അതുമേ കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇമെയിൽ വഴിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം.